സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ വേട്ട ഓപ്പറേഷൻ അഖൽ തുടരുന്നു. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ അഖൽ ദേവ്സർ പ്രദേശത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും സംയുക്ത സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഉണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എങ്ങനെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്? വിഷ്ണു, കഴിഞ്ഞ 3 ദിവസമായി ഓപ്പറേഷൻ അഖൽ പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ, അതായത് കുൽഗാം ജില്ലയിലെ അഖൽ ദേവ്സർ മേഖലയിൽ കൂടുതൽ ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ ഗ്രാമങ്ങളിലും ഒപ്പം തന്നെ വനമേഖലകളിലും തെരച്ചിൽ ഊർജിതമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് സൈന്യം അല്ലെങ്കിൽ സംയുക്ത സേനാ വിഭാഗം ലഭ്യമാക്കുന്ന ഔദ്യോഗിക വിവരപ്രകാരം ഒരു ഭീകരവാദി ഇതിനോടകം തന്നെ വധിക്കാനായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും സംയുക്ത സൈനിക വിഭാഗം വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ CRPF-ൻ്റെയും കരസേനയുടെയും സേനാംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും ഈ ഓപ്പറേഷൻ രാപ്പകൽ ഭേദമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായും സെർച്ച് ഓപ്പറേഷനുമുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ചില ഭീകരരെ ഇതിനോടകം തന്നെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത് പ്രകാരം ഇവിടേക്ക് കൂടുതൽ സൈനിക വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ അഖലിൻ്റെ ഭാഗമായി കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണിപ്പോൾ പ്രത്യേക ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഭീകരവാദികളെ വധിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നവരെ വധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ SOG വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും 3 ദിവസമായി തന്നെ തുടരുകയാണ്. സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി നൽകുന്ന വിവരപ്രകാരം ഒരു ഭീകരവാദിയെ മാത്രമാണ് വധിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ചില ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അവരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ളതും ഈ സൈന്യം, കരസേനയുടെ ചിനാർ ക്രോപ്സ് വ്യക്തമാക്കുന്നുണ്ട്. വിഷ്ണു, നന്ദൻ, ഒപ്പം എടുത്തു പറയേണ്ടത് ഇന്നലെയും ഇന്നുമായി ഈ പറയുന്നത് പോലെ ചില പ്രകോപനങ്ങൾ ഭീകരരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെയും പറയുന്നുണ്ട്, ചില വെടിശബ്ദങ്ങളൊക്കെ തന്നെയും കേട്ടു എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഈ ഒരു ഭീകരവേട്ട തുടരുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ കൂടി നിർണായകമല്ലേ? പ്രത്യേകിച്ചും ഇതിനോടകം തന്നെ ഭീകരരെ വളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സൈന്യം. തീർച്ചയായിട്ടും. അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഈ ലൈൻ ഓഫ് കൺട്രോൾ വഴി കൂടുതൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭ്യമായിരുന്ന റിപ്പോർട്ടുകൾ. ഈ പെഹൽഗാം ഭീകരാക്രമണം കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണമായിരുന്നു ഈ നുഴഞ്ഞു കയറിയ ലഷ്കർ-ഇ-തോയ്ബയുടെ ഭാഗമായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള സംഘടനയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്ര ഭീകര സംഘടനയുടെ ഭാഗമായിട്ടുള്ളവർ ശ്രമിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിൽ തന്നെ അവർക്ക് ജമ്മു കാശ്മീർ വിട്ട് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. തിരികെ പാകിസ്ഥാനിലേക്ക് പോകുവാനും ഇതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. അവരെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ, ഇവിടേക്ക് നുഴഞ്ഞു കയറിയവരെ ഇവിടെ വെച്ച് തന്നെ വകവരുത്തുക എന്നുള്ളത് തന്നെയാണ് സൈന്യം അല്ലെങ്കിൽ ഈ സംയുക്ത സേനാ വിഭാഗം മുന്നിൽ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രദേശങ്ങളിലും, യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിലെ മുഴുവൻ മേഖലകളിലും പരിശോധന വ്യാപകമാണ്. അത് കുൽഗാമിൽ മാത്രമല്ല, അനന്തനാഗ് ആണെങ്കിലും പുൽവാമയാണെങ്കിലും ത്രാൽ മേഖലയിലാണെങ്കിലും ഇങ്ങനെ ജമ്മു കാശ്മീരിൻ്റെ കൂടുതൽ ഭീകര സാന്നിധ്യം കൂടുതലായിട്ടുള്ള മേഖലകളിൽ, അതായത് പിർപ്പഞ്ച് വനമേഖലയിലടക്കം വലിയ രീതിയിലുള്ള സമഗ്രമായ പരിശോധനയാണ് ഈ സംയുക്ത സേനാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ കുൽഗാം മേഖലയിലെ ഈ അഖൽ പ്രദേശത്ത് ഈ ഭീകരവാദികളുടെ സാന്നിധ്യം കാണുകയും കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ഓപ്പറേഷൻ തുടരുകയും ചെയ്യുന്നത്. ഏതാണ്ട് ഈ കുൽഗാമിൽ ഭാഗത്ത് വെച്ച് തന്നെയാണ് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി, അത് മഹാദേവ് കുന്നുകളിലായിരുന്നു ആ ഭീകരവാദികൾ ഒളിഞ്ഞിരുന്നത്. അതിൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ സുലൈമാൻ ഷാ അടക്കമുള്ളവർ അതിൽ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 പേരെ വധിക്കാൻ സാധിച്ചു. അതിനുശേഷമാണിപ്പോൾ ഈ കുൽഗാമിൽ നടക്കുന്ന, അല്ലെങ്കിൽ കുൽഗാമിലെ ഈ മേഖലയിലേക്ക് ഈ ഭീകരവാദികൾ കൂടുതലായി എത്തിയിട്ടുണ്ട്, നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഈ മേഖലയിൽ സെർച്ച് ഓപ്പറേഷനും അതേപോലെ തന്നെ ഒരു ഭീകരവാദിയെ വധിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ഭീകരവാദികളെ ഈ പ്രത്യേക സൈനിക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക സേനാ വിഭാഗം വളഞ്ഞു എന്നുള്ളതാണ് ഈ ചില വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതേസമയം തന്നെ ഏറ്റുമുട്ടൽ തുടരുന്നു. പ്രദേശവാസികൾ നൽകുന്ന വിവരപ്രകാരം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പോലെ ചില വെടിയൊച്ചകളും മറ്റും കേട്ടിരുന്നു. എന്നാൽ ഇത് ഔദ്യോഗികമായി ഈ പ്രത്യേക സൈനിക വിഭാഗമോ കരസേനയോ സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ ഭീകരവാദികളെ വധിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ഒരു ഭീകരവാദിയെ മാത്രം വധിച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഒരു പക്ഷേ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യമാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഭീകരവാദികളെ വധിച്ചത്
എന്നതിൻ്റെ ഔദ്യോഗിക സൂചനകൾ ഒരുപക്ഷേ സൈന്യം പുറത്തുവിട്ടേക്കും. വിഷ്ണു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.